ഉത്തർപ്രദേശിൽ മറ്റൊരു ക്രിമിനൽ കേസ് പ്രതിയെ കൂടെ പോലീസ് വെടിവെച്ചു കൊന്നു. ഹാപൂർ എന്ന സ്ഥലത്ത് വെച്ച് W യാദവ് എന്ന കൊലക്കേസ് പ്രതിയാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ തലയ്ക്ക് $50,000 ഇനാം പ്രഖ്യാപിച്ചിരുന്നതായി പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ബീഹാറിലെ ബഗുസാരായ് നിവാസിയാണ് UPയിൽ കൊല്ലപ്പെട്ട W യാദവ്. ബീഹാറിൽ ഒരു കൊലപാതകം നടത്തിയ ശേഷം ഇയാളെ കാണാനില്ല എന്നായിരുന്നു വിവരം. പോലീസ് ഇയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ബീഹാറിൽ നിന്നുള്ള സംഘം വിശദീകരിക്കുന്നു. UP ടാസ്ക് ഫോഴ്സും ബീഹാർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് UPയിലെ സിംഭോലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വച്ച് യാദവിനെ വെടിവെച്ചു കൊല്ലുന്നത്. ASP വിനീത് ഭട്നഗറാണ് W യാദവ് പോലീസ് ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. UPയിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അല്ലെങ്കിൽ കാലങ്ങളായി ഡോണുകളായി ജീവിക്കുന്നവർ പെട്ടെന്നുള്ള പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെടുന്നത് സ്ഥിരം വാർത്തയാണ്. പോലീസിനെ ആക്രമിക്കുന്നതിനിടയിലെ സ്വയം പ്രതിരോധത്തിലാണ് വെടിവെക്കേണ്ടി വരുന്നതെന്ന് അധികാരികൾ വിശദീകരണവും നൽകും. ഉത്തരേന്ത്യയിൽ ഗുണ്ടാ സംഘങ്ങൾ സായുധരാണെന്ന വാദവും പ്രത്യാക്രമണത്തിന് വിശദീകരണമായി പോലീസ് നൽകാറുണ്ട്. ഇപ്പോൾ UPയിൽ കൊല്ലപ്പെട്ട W യാദവ് ബീഹാർ സ്വദേശിയാണ്. ഒരു കൊലക്കേസിൽ പ്രതി എന്നതിനപ്പുറം ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതലൊന്നും പോലീസ് പറയുന്നില്ല. പിടികൂടി കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയാത്ത വിധം പോലീസിനെതിരെ പ്രത്യാക്രമണം നടത്തിയിരുന്ന ആളാണോ W യാദവ്? UPയിൽ ഒരു മാനദണ്ഡവുമില്ലാതെ ആളുകളെ വെടിവെച്ചു കൊല്ലുന്നതിനെതിരെ നേരത്തെ തന്നെ പല സംശയങ്ങളും ഉയർന്നതാണ്. കൊല്ലപ്പെട്ട പലർക്കും UPയിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും പല രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം ദുരൂഹമായിരുന്നു. കൊല്ലപ്പെട്ടവർ പിടിക്കപ്പെടുകയോ നിയമപരമായ വിചാരണ നേരിടുകയോ ചെയ്താൽ പല ഉന്നതരുമായും ബന്ധമുള്ള നിർണായകവും അപ്രിയവുമായ സത്യങ്ങൾ പുറത്തു വന്നേക്കാം എന്ന ആരോപണം ശക്തമാണ്. യോഗി സർക്കാർ വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ നടത്തുകയാണെന്ന പ്രതിപക്ഷത്തിൻ്റെയും മനുഷ്യാവകാശ സംഘടനകളുടെയും വിമർശനം നിലനിൽക്കെ തന്നെ കുറച്ചു ദിവസം മുൻപ് സർക്കാർ ഡേറ്റ സംസ്ഥാന പോലീസ് മേധാവി പുറത്തുവിട്ടിരുന്നു. 8 വർഷത്തിനുള്ളിൽ 238 പേരെ ഏറ്റുമുട്ടലിൽ പോലീസ് കൊന്നു എന്നാണ് കണക്കിലുള്ളത്. 14,973 പോലീസ് ഏറ്റുമുട്ടലുകൾ സംസ്ഥാനത്ത് നടന്നെന്നും DGP രാജീവ് കൃഷ്ണ അറിയിച്ചിരുന്നു. $9,467 പേരെ ഏറ്റുമുട്ടലിനിടയിൽ പോലീസ് കാലിൽ വെടിവെച്ചിട്ടു. 30,694 പേരെ ഗുണ്ടാ നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തുവെന്നും പോലീസ് മേധാവി മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അറിയിച്ചു. ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടലുകൾ നടന്നത് പടിഞ്ഞാറൻ UPയിലാണ്, പ്രത്യേകിച്ച് മീററ്റിൽ. മീററ്റ് മേഖലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 7,969 പേരാണ്. ഇവിടെ പോലീസ് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റവരുടെ എണ്ണം 2,911 ആഗ്രയിൽ 5,529 പേരും ബറേലിയിൽ 4,383 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ യഥാക്രമം 741 പേർക്കും 921 പേർക്കും പരിക്കേറ്റു. വാരാണസി ഉൾപ്പെടുന്ന കിഴക്കൻ UPയിൽ 2029 ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസിന്റെ കണക്ക്. 620 പേർക്ക് പോലീസ് നടപടികളിൽ സാരമായി പരിക്കേറ്റു. പടിഞ്ഞാറൻ UPയിലെ ഗൗതം ബുദ്ധ് നഗർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നത്. 1989 പേരുടെ അറസ്റ്റ് ഇവിടെ നടന്നു. ഇവിടെ പോലീസ് വെടിവയ്പ്പിലടക്കം ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം 1180 എന്നാൽ കൊല്ലപ്പെട്ടവരുടെയും അറസ്റ്റിലായവരുടെയും ജാതിയും മതവും അന്വേഷിച്ചാൽ കൊലപാതകങ്ങളുടെ അജണ്ട മനസ്സിലാകുമെന്ന ഗുരുതര വിമർശനമാണ് സമാജ്വാദി പാർട്ടി ഉയർത്തിയിരിക്കുന്നത്. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ കൂടുതലും നടന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലാണ്. പടിഞ്ഞാറൻ UPയും മീററ്റുമാണ് ഉദാഹരണമെന്ന് DSPയും കോൺഗ്രസും ആരോപണം ഉയർത്തിയിട്ടുണ്ട്. ക്രിമിനൽ കേസ് പ്രതികളുടെ വീടുകളും കെട്ടിടങ്ങളും ബുൾഡോസർ വെച്ച് പൊളിക്കുന്ന വിവാദമായ UP സർക്കാർ നടപടി സുപ്രീം കോടതി ഇടപെട്ട് നിർത്തിവയ്പ്പിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ക്രമസമാധാനം നല്ലതുപോലെ സംരക്ഷിക്കാൻ പോലീസ് നടപടികളിലൂടെ കഴിഞ്ഞു എന്ന അവകാശവാദമാണ് UP പോലീസ് അധികൃതർക്കുള്ളത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.